ഓക്കെ, ഒരു ന്യൂറോണിൻ്റെ മെയിൻ പാർട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ മെയിൻ പാർട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സെൽ ബോഡി, ഓക്കെ, സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ഡെൻഡ്രോൺസ് ഉണ്ട്, ദെൻ ന്യൂക്ലിയസ്. ഓക്കെ, സെൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ന്യൂക്ലിയസ് ഉള്ള പാർട്ടിനെയാണ് നമ്മൾ സെൽ ബോഡി എന്ന് വിളിക്കുന്നത്. ഇതുവഴിയാണ്, അതായത് ഡെൻഡ്രൈറ്റ്സ് വഴിയാണ് ഒരു മെസ്സേജ് അത് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ആ മെസ്സേജസ് റിസീവ് ചെയ്ത ശേഷം അത് സെൽ ബോഡിയിലെത്തി, ആക്സോൺസിലെത്തി. ആക്സോൺ പിന്നെയുള്ള ഭാഗമാണ്, ലോങ് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ. ദെൻ നെർവ് എൻഡിങ്സ്, നെർവ് ടെർമിനൽസ്, അതായത് ആക്സോൺസിൻ്റെ എൻഡാണ് സിനാപ്റ്റിക് നോബ്സ്. ദെൻ ദ വർക്കിംഗ് ഓഫ് ന്യൂറോൺ. ന്യൂറോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൗ ഡു ദ നെർവ് സെൽസ് ഹെൽപ്പ് അസ്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നാണ് കാണിക്കുന്നത്. ഫ്രം ദ ഐ ടു ദ ബ്രെയിൻ ദർ ഷുഡ് ബി എ കോണ്ടാക്ട്. ഓക്കെ, ടു വ്യൂ an image of tree, first of all this image that has to pass to the brain. അപ്പം എങ്ങനെയാണ് ഐ ഉണ്ടാക്കുന്ന മെസ്സേജസ് ബ്രെയിനിലേക്ക് എത്തുന്നത്? ത്രൂ ദ ഇൻ്റർകണക്റ്റഡ് സീരീസ് ഓഫ് നെർവ്സ്. കാണുന്നില്ലേ, ഒരുപാട് നെർവ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ആ നെർവ്സിലൂടെയാണ് ഈ മെസ്സേജസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഡെൻഡ്രൈറ്റ്സിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഓർ ഇമ്പൾസസ്, ആവേഗങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനി സെൽ ബോഡി, കോശ ശരീരത്തിലെത്തും, ആക്സോണിലൂടെ പോകും, അവസാനം അത് നെർവ് എൻഡിങ്സിൽ, അതായത് സിനാപ്റ്റിക് നോബിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ഇവിടെ കാണുന്നില്ല, 2 ന്യൂറോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്കറിയേണ്ടത് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, 2 ന്യൂറോൺസും തമ്മിലുള്ള ഗ്യാപ്പാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമ്പം എങ്ങനെയാണ് ഫസ്റ്റ് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും സെക്കൻഡ് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതായത് ദർ ഇസ് നോ ഡയറക്റ്റ് കോണ്ടാക്ട് ഓർ ടച്ച്. പിന്നെ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ അതെങ്ങനെ അടുത്ത ന്യൂറോണിലേക്ക് എത്തിച്ചേരുന്നു? നമുക്ക് നോക്കാം. സിനാപ്റ്റിക് നോബിലാണല്ലോ എത്തിയിട്ടുള്ളത് അല്ലേ? ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ സിനാപ്റ്റിക് നോബിൽ വെച്ചിട്ട് അത് എന്താവും? ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകമായി ഈ ഗ്യാപ്പിലൂടെ പോയിട്ട് അത് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലെത്തും. അവിടെ എത്തിയ ഉടനെ അത് വീണ്ടും പഴയ പോലെ എന്ത് ഉണ്ടാക്കും? ഇലക്ട്രിക്കൽ സിഗ്നൽ, ആവേഗം, ഓക്കെ, ഇമ്പൾസ് ഉണ്ടാക്കും. ഈ ഒരു രീതിയിലാണ് ന്യൂറോൺസിലൂടെ മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഇത് ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ ന്യൂറോൺസിൻ്റെ എങ്ങനെയാണ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ? അപ്പോൾ അതാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ആണ്, ആവേഗങ്ങളുടെ പ്രസരണമാണ്. അപ്പോൾ അതെന്താണെന്ന് വ്യക്തമാക്കി തരുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. ഞാൻ ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതൊന്ന് ചർച്ച ചെയ്യാം. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസ് എന്ന് വെച്ചാൽ ആവേഗം തന്നെയാണ് സന്ദേശം അല്ലേ? അപ്പം നമുക്കറിയണം ആ സന്ദേശം എങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ? എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെ ഉണ്ടാവുന്നു, അതിൻ്റെ ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണ്ടേ? അപ്പോൾ ഒരു ഭാഗത്ത് ഒരു പോസിറ്റീവ് ചാർജും മറ്റേ ഭാഗത്ത് നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവുന്നുള്ളൂ അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്താലേ നമ്മൾ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് വൈദ്യുത സിഗ്നൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ കറണ്ട് പോകുന്ന എപ്പോഴാണ്, കറണ്ട് പാസ് ചെയ്യുന്ന എപ്പോഴാണ്? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അപ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ സിഗ്നൽ, വൈദ്യുത സിഗ്നൽ ഉണ്ടാവണമെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മാറ്റം വരണം. പൊട്ടൻഷ്യൽ വ്യത്യാസം, അതിൽ എന്താണ്, ചെറിയൊരു മാറ്റം ഉണ്ടാവണം. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണിക്കുന്നത് ആക്സോണാണ്.
കേട്ടോ, എന്താണ് ആക്സോൺ. അപ്പം ആക്സോണിൻ്റെ കേസിൽ ഉള്ളിൽ നെഗറ്റീവ് ചാർജാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ആക്സോണിൻ്റെ ഇതെന്താണ് പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ സ്തരം അല്ലേ. ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് ഉള്ളിലായിട്ട് നെഗറ്റീവ് ചാർജും പുറമേ തൊട്ടടുത്ത് ഈ മെംബ്രെയിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. പ്ലാസ്മ മെംബ്രെയിന് കുറുകെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. അത് ഉള്ളിൽ ആ മെംബ്രെയിൻ്റെ തൊട്ട് ഉള്ളിലായിട്ട് നെഗറ്റീവ് ചാർജ് കാണാം, പുറമേ എന്തുണ്ടാവും പോസിറ്റീവ് ചാർജ്. എത്ര നെഗറ്റീവ് ചാർജ് ഉള്ളിലുണ്ടോ അത്ര തന്നെ പോസിറ്റീവ് ചാർജ് പുറത്തും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെയും, കണ്ടോ. അതായത് ഈ പ്ലാസ്മ സ്തരം ഉണ്ടല്ലോ, അതിന് ചുറ്റും ഈ ഒരു നെഗറ്റീവ് ചാർജ് കാണാൻ പറ്റും. ഓക്കെ, ഇനി പ്ലാസ്മ സ്തരത്തിന് പുറത്തെടുത്താലോ, പുറമെ ഈ ഒരു ആക്സോണിന് ചുറ്റിയിട്ട് പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ദ ഔട്ടർ സർഫസ് ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി ന്യൂറോൺ ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദി ഇന്നർ സർഫസ് ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. വൈ? എന്തുകൊണ്ടാണ്? നമ്മളൊരു നാഡീകോശം എടുത്താൽ അതിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഏതൊരു കോശം എടുത്താലും അതിൽ അയോൺസ് ഉണ്ടാവും. അയോൺസ് എന്ന് വെച്ചാൽ മിനറൽസ് ആണ് കേട്ടോ, മിനറൽസ്. ആ മിനറൽസ് ലൈക്ക് കാൽഷ്യം, സോഡിയം, പൊട്ടാഷ്യം, ക്ലോറിൻ, അമോണിയം, ഇതൊക്കെ അയോൺസ് ആണല്ലേ. ഈ അയോൺസ് അത് ചാർജ്ഡ് അയോൺസ് ഉണ്ടാവും. ക്ലോറിൻ ആണെങ്കിൽ Cl-1, മഗ്നീഷ്യം ആണെങ്കിൽ Mg2+, കാൽഷ്യം Ca2+. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ അയോൺസ് ഉണ്ടാവും. അപ്പോൾ അയോൺസിൻ്റെ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ ഏറ്റവും കൂടുതൽ ഇതിന് പുറത്താണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പുറം ഭാഗം പോസിറ്റീവ് ചാർജായി. അതേസമയം ഈ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ഉള്ളിൽ കുറവാണ്. ഉള്ളിൽ ക്ലോറൈഡ് പോലെയുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് കൂടുതലുള്ളത്. മനസ്സിലായോ? അപ്പോൾ അയോണുകളുടെ വിന്യാസത്തിൽ, ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നു. ഓക്കെ, കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് പുറത്തും അതിനേക്കാളും കുറവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഉള്ളിലുമായി. ഏതിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ടാണ് പറയുന്നത്? പ്ലാസ്മ സ്തരത്തിൻ്റെ. മനസ്സിലായോ? കണ്ടോ, നെഗറ്റീവ് പോസിറ്റീവ്. ഈ ഒരു വ്യത്യാസം എവിടെയാണ് വരുന്നത്? ഇപ്പോൾ ഇതൊരു സെല്ലാണെങ്കിൽ ആ സെല്ലിൻ്റെ ചുറ്റും, ഉള്ളിലല്ലേ, സൈറ്റോപ്ലാസത്തിലല്ല, കോശദ്രവ്യത്തിലല്ലേ പറയുന്നത്. എവിടെയാണ്? ഇതെൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ്, കോശസ്തരാണ്. അതിൻ്റെ തൊട്ടുള്ളിലായിട്ട് നെഗറ്റീവ് ചാർജും തൊട്ട് പുറമേ ആയിട്ട് പോസിറ്റീവ് ചാർജും. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണ് നെഗറ്റീവും പോസിറ്റീവും ചാർജ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഉള്ളിലുള്ളതിനേക്കാളും പോസിറ്റീവ് ചാർജ് ഉള്ള അയോണുകൾ കൂടുതൽ പുറത്തായിരിക്കും. മനസ്സിലായോ? അപ്പോൾ പുറത്ത് പോസിറ്റീവ് ചാർജായി. ഉള്ളിൽ കുറവായതുകൊണ്ട് ഉള്ളിലുള്ളതിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അതായത് പുറമേ ഉള്ളതിനേക്കാളും കുറഞ്ഞ പോസിറ്റീവ് അയോൺസേ ഉള്ളിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നു, പരിഗണിക്കുക ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ പറഞ്ഞ ആക്സോണിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ എത്തുന്നത്? അതാണ് ഞാനിനി പറയാൻ വേണ്ടി പോകുന്നത്. ഇത്ര വരെ ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ഉദ്ദീപിപ്പിക്കപ്പെടുക എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഉദ്ദീപനം ഇവിടെ എത്തും. ഉദ്ദീപനം എന്താ? ഇപ്പോൾ പുറമേ നല്ല ചൂടാണ്. ആ ചൂട് എന്ന് പറയുന്നത് ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്റ്റിമുലസ്, ഉദ്ദീപനാണല്ലേ. ആ ഉദ്ദീപനം അതിനെ സ്വീകരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ പറയും ആ ഭാഗം സ്റ്റിമുലേറ്റഡ് ആയി എന്ന്. മനസ്സിലായോ? നമ്മുടെ സ്കിന്നിലുള്ള ഒരു ന്യൂറോണാണ് ഹീറ്റിനെ ആദ്യം എടുക്കുക. ഓക്കെ, ആ ന്യൂറോൺ, അതിനെയാണ് നമ്മൾ റിസപ്റ്റർ എന്ന് പറയുന്നത്, ഗ്രാഹികൾ. മനസ്സിലായ? ശരിക്കും പറഞ്ഞാൽ ഗ്രാഹികൾ എന്ന് പറയുന്നത് എന്താണ്? മോഡിഫൈഡ് ന്യൂറോൺസ് ആണ്. രൂപമാറ്റം സംഭവിച്ച ന്യൂറോണുകളെയാണ് നമ്മൾ ഗ്രാഹികൾ എന്ന് പറയാം.
അപ്പം താപം എന്ന് പറയുന്ന ഒരു ഉദ്ദീപനത്തിന് ഒരു ഗ്രാഹി സ്വീകരിക്കുകയാണ്. ആ ഗ്രാഹി പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിൻ പോലെയാവും. അതായത് അതിനുശേഷം അടുത്ത ന്യൂറോൺ, അതിനുശേഷം അടുത്ത ന്യൂറോൺ, ഇങ്ങനെ കുറേ ന്യൂറോണുകൾ ചങ്ങലകളെ പോലെ ഇങ്ങനെ കൂടി ചേർന്നിട്ടുണ്ടാവാം. തുടക്കം എവിടെയാ? ഗ്രാഹികളിൽ അല്ലേ? ഇപ്പോൾ ഗ്രാഹികളിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രാഹികളിൽ അതൊരു ന്യൂറോണാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഡെൻഡ്രൈറ്റ് ഉണ്ടാവും, ഡെൻഡ്രോണും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡെൻഡ്രൈറ്റിൽ ആണ് ഈ പറഞ്ഞ ഉദ്ദീപനം എത്തുന്നത്. ഉദ്ദീപനം ആദ്യം സ്വീകരിക്കുന്ന ഭാഗത്തിന് നമ്മൾ ഉദ്ദീപിപ്പിക്കപ്പെട്ടു എന്ന് പറയും. ഓക്കെ, വെൻ the dendrites of the receptor receives the stimulus, we will say that that part is stimulated. ഉദ്ദീപിപ്പിക്കപ്പെട്ടു എന്നാ പറയാം. അതായത് അവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടായി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായത് നമ്മളെങ്ങനെ തിരിച്ചറിയുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാവുമ്പോൾ അവിടെയുള്ള അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകും. അതുവരെ കോശസ്തരത്തിനകത്ത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അത് പോസിറ്റീവ് ആവും. പുറത്ത് അതുവരെ പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ പിന്നെ അത് നെഗറ്റീവ് ആവും. ചെറിയൊരു വ്യത്യാസം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാ ഇപ്പം ഈ ഒരു ഭാഗം ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഒരു ഭാഗത്ത് ചൂട് എന്ന് പറയുന്ന ഉദ്ദീപനം എത്തി, സ്റ്റിമുലസ് എത്തി. ഈ ഭാഗം സ്റ്റിമുലേറ്റഡായി. എന്താ പറയുക? സ്റ്റിമുലേറ്റഡ്, ഉദ്ദീപിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ഈ അയോണുകളുടെ ഈ അളവിൽ വ്യത്യാസം വരും. പോസിറ്റീവ് അയോണുകൾ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ ഉള്ളിൽ പോസിറ്റീവായി. ഓക്കെ, ഉള്ളിലെന്താവും? പോസിറ്റീവ്. ഉള്ളിൽ മുഴുവൻ പോസിറ്റീവാവും. പോസിറ്റീവ് അയോണുകളൊക്കെ ഉള്ളിൽ പോയതുകൊണ്ട് പുറം ഭാഗം നെഗറ്റീവ് ആവും. മനസ്സിലായോ? ഈ ഒരു ചെറിയ ഭാഗത്ത് പെട്ടെന്നൊരു മാറ്റം വന്നില്ലേ? ആ ഭാഗത്താണ് ഇപ്പോൾ ഇമ്പൾസ് ഉണ്ടായിട്ടുള്ളത്, ആവേഗം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആ ഭാഗത്ത് ഇപ്പോൾ എന്തുണ്ടായി? ഇമ്പൾസ് ഉണ്ടായി, ആവേഗം ഉണ്ടായി. അതുവരെ ഉള്ളിലെന്താ? നെഗറ്റീവാ. ഈ ഒരു ചെറിയ ഭാഗത്ത് സ്റ്റിമുലേറ്റഡായ ഉദ്ദീപിപ്പിക്കപ്പെട്ട ഭാഗം മാത്രം ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവുമായി. ഇവിടെ ഇപ്പോൾ പൊട്ടൻഷ്യലിൽ വ്യത്യാസം വന്നു. അങ്ങനെ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ കറണ്ട്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ, വൈദ്യുത സിഗ്നൽ ഉണ്ടാക്കി. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇതുപോലൊരു മാറ്റം അടുത്തൊരു ഭാഗത്തേക്കും വരും. ഓക്കെ, അതായത് ഇതാ ഇവിടെയുള്ള ഈ ഒരു മാറ്റം എല്ലാം ഇനിയിപ്പോൾ പഴയ പോലെയാവും. ആദ്യം തുടക്കത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെയാവും. മനസ്സിലായോ? തുടക്കത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെയാവും. ഇനി ഈ ഒരു ഭാഗത്തായിരിക്കും ആ മാറ്റം വരിക. ഇവിടെ ഉണ്ടായിരുന്ന മാറ്റം ഇവിടത്തേക്ക് വരും. ഇനി ഇവിടെ ഫുൾ പോസിറ്റീവാവും, ഉള്ളിൽ പോസിറ്റീവും പുറത്തെന്താവും? നെഗറ്റീവാവും. മനസ്സിലായോ? ഇനി ഈ മാറ്റം അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പം ഇത് പഴയ പോലെയാവും. ഈ ഭാഗം ഉദ്ദീപിപ്പിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് പഴയ പോലെയാവും, ഇത് പഴയ പോലെയാവും. ഈ ഭാഗത്ത് പോസിറ്റീവ് ഉള്ളിൽ, നെഗറ്റീവ് പുറത്ത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ഈ മാറ്റം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇപ്പം നൈമിഷികമായി ഉണ്ടാവുന്ന, അതായത് ഒരു സെക്കൻഡിൻ്റെ എത്രയോ ചെറിയ സമയത്തിനുള്ളിൽ ഇത് നടക്കുന്നത്. ആ ചാർജ് വ്യത്യാസം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കും. അങ്ങനെ ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കും. അങ്ങനെ നാഡീകോശത്തിലൂടെ വൈദ്യുത പ്രവാഹ രൂപത്തിൽ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയാവേഗങ്ങൾ. ഓക്കെ, സോ വെൻ സ്റ്റിമുലേറ്റഡ് the distribution of ions in that particular part changes, and hence the inner surface becomes positively charged and the outer surface becomes negatively charged. This momentary charge difference,
നൈമിഷികം അല്ലേ, കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഭാഗത്ത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ സെക്കൻഡ് പാർട്ട്, ഇറ്റ്സ് അഡ്ജസൻറ്റ് parts and similar changes occur there too. As this process proceeds, impulses get transmitted as electrical charges. So nerve impulses are messages transmitted through the neurons. Which kind of messages? Messages in the form of electrical signals. Is it clear? ദാ ഇവിടെ അത് ക്ലിയർ ആണ്. കണ്ടോ, ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് ഇതാ ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയയിൽ എന്തോ മാറ്റം തോന്നില്ലേ? ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവും അല്ലേ? അപ്പോൾ ഇവിടെയാണ്, ഈ ഒരു ഏരിയ ആണ് ഇപ്പോൾ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ളത്, ഉദ്ദീപിപ്പിക്കപ്പെട്ടത്. ഇവിടെയാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ഉള്ളത്. നേരത്തെ കുറച്ചും നേരത്തെ ഇവിടെയായിരുന്നു ഉണ്ടായത്, അതിനി ഇവിടെ എത്തി. ഇവിടെ നിന്ന് തന്നെ അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കണ്ടോ, അടുത്ത ഭാഗത്തേക്ക് എത്തി. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഒരു പാറ്റേണിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ എവിടെയാണോ എത്തുന്നത്, ഏത് ഭാഗമാണോ സ്റ്റിമുലേറ്റഡ് ആവുന്നത്, ഉത്തേജിക്കപ്പെടുന്നത്, ആ ഭാഗത്ത് മാത്രം ഉള്ളിൽ പോസിറ്റീവും പുറമേ നെഗറ്റീവും ആവും. ബാക്കിയുള്ളതെല്ലാം പഴയ പോലെ ആയിരിക്കും ഉണ്ടാവുക. കാണുന്നുണ്ടോ? മനസ്സിലായോ? ഇതിൽ എന്തുകൊണ്ടാണ്? ഇത് അയോണുകളുടെ ക്രമീകരണം കൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉദ്ദീപിപ്പിക്കപ്പെട്ടു, ഇവിടെ ഉദ്ദീപനം എത്തി, ഹീറ്റ് എന്ന് പറഞ്ഞ ഉദ്ദീപനം എത്തി. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഉള്ളിൽ ഉള്ള നെഗറ്റീവ് അയോണുകളെല്ലാം പുറത്തേക്കും പോവും, പുറത്തുള്ള പോസിറ്റീവ് അയോണെല്ലാം ഉള്ളിലേക്കും വരും. അങ്ങനെയാണ് ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ആവുന്നത്. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ, പിന്നെ അത് പഴയ പോലെയാവും. മനസ്സിലായോ? ഈ രീതിയിലാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ കടന്നു പോകുന്നത്. ഇങ്ങനെ ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ രൂപത്തിൽ ഒരു ന്യൂറോണിലൂടെ കടന്നു പോകുന്ന ആ ഒരു മെസ്സേജിനെയാണ് നമ്മൾ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നെർവ് ഇമ്പൾസ്, നാഡീയ ആവേഗം. നാഡികളിലൂടെ അല്ലെങ്കിൽ ന്യൂറോണിലൂടെ കടന്നു പോകുന്ന വൈദ്യുത സിഗ്നലുകളുടെ രൂപത്തിൽ കടന്നു പോകുന്ന സന്ദേശങ്ങൾ. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ ദ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് അലോങ് എ ന്യൂറോൺ ഇൻ ദ സീക്വൻഷ്യൽ ഓർഡർ. ഈ തന്നിരിക്കുന്നതിനെ നിങ്ങൾ ഓർഡറിലാക്കണം. നിങ്ങൾക്കിത് ഓർഡറിലാക്കാൻ പറ്റുമോ? ഇത് ഓർഡറിൽ തന്നെയാണ് ഉള്ളതല്ലേ? ആണോ? ഇത് ഓർഡറിലാണോ ഉള്ളത്? എങ്ങനെയാണ്? സീക്വൻഷ്യൽ ഓർഡറിലാക്കും. ഇത് ഫസ്റ്റ് സ്റ്റിമുലസ് ഇവിടെ എത്തുന്നതാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? ഇവിടെ സ്റ്റിമുലസ് എത്തിക്കുന്നു, ഇവിടെ ഉദ്ദീപനം എത്തുന്നു. ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും? ഭാഗം ഉദ്ദീപിപ്പിക്കപ്പെടും. ഉദ്ദീപിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് ഇത് അല്ലേ? ഇവിടുന്ന് അടുത്ത ഭാഗത്തേക്ക് എത്തും, മൂന്നാമത്തെ ഭാഗത്തേക്ക്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണിത് പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് സിനാപ്സ്. ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇതൊരു ന്യൂറോണിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കുറേ ന്യൂറോൺസ് ഇങ്ങനെ ചെയിൻ പോലെ കണക്ട് ചെയ്തിട്ടാണ് നെർവ് ഉണ്ടാവുന്നത്. ഒരു ന്യൂറോൺ മാത്രം പോരാ, കുറേ ന്യൂറോൺസ് ചേർന്നിട്ട് വേണം കണ്ണിലുള്ള ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എത്ര ദൂരം പോകണം അല്ലേ? അപ്പോൾ എന്താണ്, ഒരു ന്യൂറോണിൻ്റെ എൻഡ് ഏതാ? ആക്സോണൈറ്റിൻ്റെയും എൻഡിലുള്ള സിനാപ്റ്റിക് നോബ്. കണ്ടോ? ആ സിനാപ്റ്റിക് നോബും രണ്ടാമത്തെ ന്യൂറോണിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാ? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഡെൻഡ്രൈറ്റ്. മനസ്സിലായോ? ഒന്നാമത്തെ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും രണ്ടാമത്തെ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും, ഒരു ജംഗ്ഷൻ ഉണ്ടാവും. മനസ്സിലായോ? നേരിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, ടച്ച് ഉണ്ടാവില്ല, പക്ഷേ ജസ്റ്റ് ഒരു ഗ്യാപ്പ് മാത്രം, ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടാവും. പക്ഷേ കാന്തം കണ്ടിട്ടില്ലേ നിങ്ങൾ അല്ലേ? രണ്ട് കാന്തങ്ങൾ തൊട്ടടുത്ത് വെക്കുമ്പോൾ എതിർ ധ്രുവങ്ങൾ ചേർത്ത് വെക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചേർത്ത് വെക്കരുത്, വെക്കാതെ തന്നെ ഇങ്ങനെ കുറച്ച് അടുത്ത് പിടിക്കുമ്പോൾ അവർ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാവും.
അല്ലേ, ഭയങ്കര ആകർഷണ ശക്തി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇവർ തമ്മിലൊരു ഗ്യാപ്പ് എന്തായാലും ഉണ്ട്. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇതൊരു ജംഗ്ഷനും കൂടിയാണ്. ജംഗ്ഷൻ എന്ന് വെച്ചാൽ ഇവർ ഏകദേശം കൂടിച്ചേർന്ന പോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ന്യൂറോണിലൂടെ കടന്നു പോയ ആ ഒരു അതിൻ്റെ ആക്സോണൈറ്റിൽ സിനാപ്റ്റിക് നോബിലെത്തുന്ന മെസ്സേജ്, ആ സിനാപ്റ്റിക് നോബിലെത്തുന്ന മെസ്സേജ് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൽ എത്തിച്ചേരുന്നുണ്ട്. അതിനെ സഹായിക്കുന്നത് ഈ ഒരു ജംഗ്ഷനാണ്, ഗ്യാപ്പാണ്. അതായത് ആദ്യത്തെ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും രണ്ടാമത്തെ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിലുള്ള ആ ഒരു ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. മനസ്സിലായോ? സിനാപ്സ്. ഇവിടെ അത് ക്ലിയർ ആയിരിക്കുമല്ലോ. ഇതെന്താണ്? ആദ്യത്തെ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ വെസിക്കിൾസ്, ചെറിയ സഞ്ചികൾ. വെസിക്കിൾ എന്ന് വെച്ചാൽ സഞ്ചികളാണ്. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഒരു വെസിക്കിളിനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. വെസിക്കിൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, സഞ്ചിയാണ്, സഞ്ചി. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് അല്ലേ, നാഡീയ പ്രേഷകം. ഇതൊരു രാസവസ്തുവാണ്, രാസതന്മാത്രകളാണ്. കണ്ടോ? ഈ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ടോ നിങ്ങൾ? അല്ലേ, ദ സിനാപ്സ് ദാറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ഒന്നുകിൽ ഈ പറഞ്ഞ സിനാപ്സ് എന്ന് പറയുന്ന ജംഗ്ഷൻ രണ്ട് ന്യൂറോൺസ് തമ്മിലായിരിക്കും ഉണ്ടാവുക. അതായത് ആദ്യത്തെ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും രണ്ടാമത്തെ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിലുള്ളൊരു ജംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ. നമുക്കറിയാം നാഡികൾ പേശികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം തലച്ചോറ് നമ്മുടെ കൈ ഒന്ന് ചലിപ്പിക്കാൻ പറഞ്ഞു. കൈ ചലിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തലച്ചോറിനുള്ള മെസ്സേജ് കൈയുടെ ഏതെങ്കിലും ഭാഗത്ത് എത്തിയാൽ പോരാ, മസിൽസിൽ പേശികളിലെത്തണം അല്ലേ. ഇപ്പം പേശി കോശങ്ങൾ അഥവാ മസിൽ സെല്ലുമായിട്ടും ന്യൂറോണിനൊരു ബന്ധം ഉണ്ടാവണ്ടേ. അപ്പോൾ ആ ഒരു ബന്ധം നോക്കുകയാണെങ്കിലും അവിടെ ആദ്യത്തെ ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും മസിൽ സെല്ലും തമ്മിലും ഇതുപോലെ ഒരു ജംഗ്ഷൻ കാണാൻ പറ്റും. അതും എന്താണ്? സിനാപ്സ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ എന്തെന്ന് തന്നെ വിളിക്കുക? സിനാപ്സ്. ഇനി ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും. എന്താണ് ഗ്ലാൻഡുലാർ സെൽസ് എന്ന് പറയുന്നത്? ഗ്ലാൻസിലുള്ള സെൽസാണ് ഗ്ലാൻഡുലാർ സെൽസ്. ഗ്രന്ഥികളിൽ ഉണ്ടാവുന്നത് ഗ്രന്ഥികോശങ്ങൾ. ഗ്രന്ഥികൾ എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു സ്രവം പുറപ്പെടുവിക്കുന്നത് അല്ല, സെക്രീഷൻസ് ഉണ്ടാക്കുന്നതായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. സലൈവറി ഗ്ലാൻഡ് സലൈവ ഉണ്ടാക്കും അല്ലേ. ഉമിനീർ ഗ്രന്ഥി എന്തുണ്ടാക്കും? ഉമിനീരുണ്ടാക്കും. അപ്പം ഈ ഉമിനീരുണ്ടാക്കുമ്പോൾ ആ ഉമിനീരുണ്ടാവണമെങ്കിൽ നമ്മളെ തലച്ചോറിന്ന് മെസ്സേജ് എവിടെ എത്തണം? ഈ ഗ്ലാൻഡിലുള്ള സെൽസിലെത്തണം. ഗ്ലാൻഡുലാർ സെൽസിലെത്തിക്കണ്ടേ? അപ്പോൾ അവിടെ ന്യൂറോൺസിൻ്റെ ചെയിനല്ലേ എത്തിക്കുക അല്ലേ. ന്യൂറോണിൻ്റെ ചങ്ങല പോലെയുള്ള ന്യൂറോണുകൾ എത്തിക്കും. അതിൽ ഏറ്റവും ലാസ്റ്റുള്ള ന്യൂറോൺ അപ്പോൾ ഒരു ഗ്ലാൻഡുലാർ സെല്ലുമായിട്ടൊരു ബന്ധം ഉണ്ടാവണ്ടേ. അപ്പോൾ ഒരു ന്യൂറോണും ഒരു ഗ്രന്ഥി കോശവും തമ്മിലും നമുക്ക് ഈ സിനാപ്സ് എന്ന് പറയുന്ന ജംഗ്ഷൻ കാണാം. എവിടെയൊക്കെ കാണാം? സിനാപ്സ് രണ്ട് ന്യൂറോൺസ് തമ്മിൽ. ആദ്യത്തെ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും രണ്ടാമത്തേൻ്റെ ഡെൻഡ്രൈറ്റും തമ്മിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ന്യൂറോണും രണ്ടാമത്തത് മസിൽ സെല്ലും ആവാം. അതും അല്ലെങ്കിൽ ആദ്യത്തത് ന്യൂറോണും രണ്ടാമത്തത് ഒരു ഗ്ലാൻഡുലാർ സെൽ ഗ്രന്ഥികോശവും ആവാം. മനസ്സിലായോ? കണ്ടോ? ചിലപ്പം ഈ ഒരു ജംഗ്ഷനിൽ ഇവർ തൊട്ടടുത്തിട്ടാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഇവിടെ ഒരു വിടവുണ്ടാവും. വിടവുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. മനസ്സിലായില്ലേ? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് ഈ ഒരു ഗ്യാപ്പിനെ പറയാം. ഇനി ഇതെങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ വീഡിയോയിൽ. അതൊന്ന് നോക്കുക. ഫസ്റ്റ് കാണുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളിലേക്ക് ജസ്റ്റ് പോവുകയാണ്. ഓക്കെ, മൈലിൻ ഷീത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നെർവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആക്സോണിൻ്റെ ഗ്രൂപ്പാണ് നെർവ്. ആക്സോണിനെ പൊതിഞ്ഞിട്ട് മൈലിൻ ഷീത്ത് ഉണ്ട് അല്ലേ. അതുപോലെ നമ്മളെന്താണ് സാധാരണ നെർവ്സിൽ നാഡികളിലുള്ള മൈലിൻ ഷീത്ത് ഷ്വാൻ സെല്ലുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പം വേറൊന്നും കൂടിയുണ്ട്, ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഇത് എന്താ ചെയ്യുക? മസ്തിഷ്കം, സുഷുമ്ന
ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത് ഇവരാണ്. അതേസമയം നാഡികളിൽ നെർവ്സിൽ മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നത് ഷ്വാൻ സെല്ലാണ്. അല്ലേ? ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കറിയാലോ. പിന്നെ വേറൊന്നും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ. കാണുന്നുണ്ടോ? വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. ഓക്കെ, വൈറ്റ് മാറ്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മൈലിൻ ഷീത്ത് ഉള്ള ഭാഗം അല്ലേ? മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ എവിടെയാണോ കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗമാണ് വൈറ്റ് മാറ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഏതെങ്കിലും ഭാഗത്തെ അല്ല, ഏതാണ്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മസ്തിഷ്കവും സുഷുമ്നയും മാത്രം എടുക്കുക. അവിടെ ചില ഭാഗം നമുക്ക് വെള്ള നിറത്തിൽ കാണാൻ പറ്റും. ആ ഭാഗമാണ് വൈറ്റ് മാറ്റർ. എന്തുകൊണ്ട് അത് വെള്ള നിറത്തിൽ കാണുന്നത്? അവിടെയുള്ള ന്യൂറോൺസ് എല്ലാം മയലിനേറ്റഡ് ന്യൂറോൺസ് ആണ്. മയലിനേറ്റഡ് ന്യൂറോൺസ് ആർ പ്രസൻറ്റ് ഇൻ എബഡൻസ്. എബഡൻസ് എന്ന് പറയാം, കുറച്ച് നോൺ മയലിനേറ്റഡ് എല്ലാം ഉണ്ടാവും. ഭൂരിഭാഗം ന്യൂറോൺസും മയലിനേറ്റഡ് ആയിട്ടുള്ളത്, അതായത് മൈലിൻ ഷീത്തുള്ള ന്യൂറോൺ കൂടുതൽ എവിടെ കാണുന്നു? കൂടുതൽ എന്ന് പറയുമ്പോൾ കുറച്ച് മറ്റേതും ഉണ്ട്, മൈലിൻ ഷീത്ത് ഇല്ലാത്തതും ഉണ്ടാവേ, അത് പരിഗണിക്കണം. ഇപ്പം മൈലിൻ ഷീത്ത് കൂടുതലുള്ള ന്യൂറോൺസ്, മൈലിൻ ഷീത്തുള്ള ന്യൂറോൺസ് കൂടുതലായിട്ട് എവിടെയാണോ കാണുന്നത്, തലച്ചോറിലും സുഷുമ്നയിലും, ആ ഭാഗം വൈറ്റ് മാറ്റർ. അതേസമയം മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസ്, നാഡീ കോശങ്ങൾ, മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീ കോശങ്ങൾ അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് എവിടെയാണോ കൂടുതലായിട്ടും കാണുന്നത്, എവിടെ? തലച്ചോറിലും സുഷുമ്നയിലും, ആ ഭാഗമാണ് ഗ്രേ മാറ്റർ. ഇത്ര വരെ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്തൊക്കെയാണ് പഠിച്ചത്? നെർവ് ഇമ്പൾസസിൻ്റെ കണ്ടക്ഷനും സിനാപ്സും ആണ് പഠിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിന് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻ പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്, ഓക്സിജനും പോഷണവും. ആക്സലറേറ്റ് ഇമ്പൾസസ്, സന്ദേശ വേഗത വർദ്ധിപ്പിക്കും. ആക്ട് ആസ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. പിന്നെ പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുക, വായിച്ച് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെ പഠിക്കണം. കാരണം കൂടുതലും ആശ്രയിക്കുന്നത് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ മറ്റ് എവിടുന്ന് ട്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്നോ തരുന്ന നോട്ട്സിനെയല്ല, അത് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനാണ്. നിങ്ങൾ കൂടുതലും കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളെ ടെക്സ്റ്റ് തന്നെയാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു.